ദിസ് ഈസ് മൂന്നാർ. മണ്ണിലാണ് സ്വർഗം, മണ്ണിലാണ് പർദീസ. ഊഫ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അഭിജിത് കിഷോർ. നമ്മളിന്ന് ശാന്തംപാറയിൽ നിന്ന് മൂന്നാറിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത മറ്റേ നമ്മൾ അതിക്രൂരമായ കൊള്ള സങ്കേതം നീള ലോഡ്ജ് ഇതായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നിന്ന് 35 കിലോമീറ്ററേ ഉള്ളൂ മൂന്നാർ. നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി കയറി പോകാമെന്ന് വിചാരിച്ചു, ചായ കുടിച്ചിട്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അയ്യോ, രാവിലെ നമ്മളൊരു മോർണിംഗ് വാക്കിന് പോയിരുന്നു. സംഭവം പേസ്റ്റ് എടുക്കാൻ മറന്നു. സോ പേസ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മളൊരു 3 കിലോമീറ്റർ നടന്നായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റണം, ഞാൻ ബൈക്ക് ഓടിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നെ പറ്റണത്തോളം രീതിയിൽ ഞാൻ ഗ്യാപ്പ് റോഡ് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. മൂന്നാർ വരണമെങ്കിൽ ഗ്യാപ്പ് റോഡ് വഴി തന്നെ വരണം. മൂന്നാർ ഗ്യാപ്പ് റോഡ്. ആൻഡ് ഞാൻ മോനെ ബൈക്കിൽ തന്നെ വരാൻ നോക്കണം. ഓക്കെ ഗൈസ്, ദിസ് ഈസ് മൂന്നാർ. മണ്ണിലാണ് സ്വർഗം, മണ്ണിലാണ് പർദീസ. മോനെ ബൈക്കിലാ മൂന്നാർ ഗ്യാപ്പ് റോഡ് ഫുള്ള് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു 2% മാത്രമേ എനിക്ക് ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബൈക്കിലാണ് പോണത്, ബ്രേക്കിംഗ് മാത്രം പോരാ. സോ ഗിയർ ബ്രേക്കിംഗ് കൂടെ കൺട്രോൾ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. സോ എനിക്ക് വീഡിയോ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഗൈസ്, ഐ ജസ്റ്റ് എൻജോയ് ദിസ് റൈഡ്. അപ്പോൾ നമ്മൾ ഇനി ടോപ്പിലോട്ട് എത്തട്ടെ. ഓക്കെ.
ഗായ്സ് നമ്മളിപ്പോൾ മൂന്നാർ കഴിഞ്ഞിട്ട് മാട്ടുപ്പെട്ടി ഡാം എന്നൊരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. കാണിച്ചുതരാം എനിക്ക് മാട്ടുപ്പെട്ടി ഡാം എങ്ങനെ ഇരിക്കും. ദിസ് ഈസ് മാട്ടുപ്പെട്ടി ഡാം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കയാക്കിംഗ് ഉണ്ട്. നമ്മുടെ നെയ്യാർ ഡാമൊക്കെ ഇല്ലേ, ആ സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഫുള്ള് മറ്റേ ടീ പ്ലാന്റേഷൻസും അങ്ങനത്തെ വ്യൂ എന്നൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ 11 മണിയാണ്, മഴയില്ല വെയിലും ഇല്ല, പക്ഷെ തണുപ്പുണ്ട്. ഇങ്ങനത്തെ ക്ലൈമറ്റ്. ഡാം ഷട്ടർ തുറന്നിട്ടില്ല. ഷട്ടർ ഈ സൈഡായിട്ടാണ് ഷട്ടറൊക്കെ വരുന്നത്. ദിസ് ഈസ് മാട്ടുപ്പെട്ടി ഡാം. പ്രതീക്ഷിച്ച അത്ര ഗുമ്മൊന്നുമില്ല കേട്ടോ മാട്ടുപ്പെട്ടി ഡാം. ഗൈസ് മാട്ടുപ്പെട്ടി ഡാമിൽ വന്ന് നിങ്ങൾക്ക് കയാക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. 10, 10, 20, 30, 40, 50. ഗൈസ് ഇവിടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജനറേറ്റർ അല്ല ഇവിടുത്തെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നത് ഇവരും ഫാമിലിയാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ആ ഫാമിലിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വേറെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. എല്ലായിടം നോക്കിയാൽ ഈ കിണാപ്പന്മാരെയാണ് നോക്കിയിരിക്കുന്നത്. നോക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിങ്ങിൻ്റെ ആ സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ബോട്ടിങ്ങിന് പോയില്ലെങ്കിലും ബോട്ടിങ് കാണണമെങ്കിൽ 40 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് 40 രൂപ കൊടുത്ത് നമ്മളെന്തെങ്കിലും ബോട്ടിങ്ങിന് കയറുന്നില്ല, നമ്മൾ കണ്ടിട്ടില്ലാത്ത ബോട്ടിങ്ങാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കണ്ട 40 രൂപ. അപ്പോൾ നമ്മൾ വിചാരിച്ച് മേളിൽ നിന്ന് കാണാമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് നിന്ന് കാണുന്നതിന് 40 രൂപ. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കാണാമെന്ന്. രണ്ട് സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ മറ്റേ കാണുന്നതാണ് മാത്തുപ്പെട്ടി ഡാം. മാത്തുപ്പെട്ടി മച്ചാൻ്റെ ഡാം. ഇവിടെ അനന്തുവിൻ്റെ ഫോട്ടോഷൂട്ടാണ്. നമ്മൾ അനന്തു ഷാരൂഖ് ഖാൻ തന്നെ അല്ലേ? കമന്റ് ചെയ്യൂ ഗൈസ്, അനന്തു ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അനന്തുവിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അനന്തു നമ്മൾ ടൂറ് പോയപ്പം അവ ഇങ്ങനെ പറയണെങ്കിൽ അപ്പൊ അത് എന്ത് കിട്ടിലും കഥയായിരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഓരോരുത്തന്മാരെ എല്ലാരെയും ഓരോ ഉടായ്പ കഥകളിൽ ഞാൻ കാണും. എന്റെ ഓരോ ഉടായ്പ കഥകളിലും ഇമ്മാതിരി കാണും. അതാണ് വേറെ ടെസ്റ്റ്. ഡേയ് മറ്റേ നമുക്ക് സീരിയസ് ആക്കിയാലോ നിന്റെ സ്റ്റോറി? ഡേയ് പറയട്ടെ ഞാൻ ഇപ്പം. ഓക്കെ ഓക്കെ. അപ്പൊ എവന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. പിന്നെ വേറെ ദിവസം പറയാം. ഗായ്സ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നിർമ്മൽ ഒരു ഡോഗിനെ പട്ടിക്കുട്ടീനെ വശീകരിച്ചിരിക്കുകയാണ്. വശീകരിക്കുക എനിക്ക് പട്ടിക്കുട്ടിയെ പേടിയാണ്. ഞാൻ തൊട്ടോ കേട്ടോ. ഞാൻ തൊട്ട് ഗായ്സ് തൊട്ട്. എനിക്ക് പട്ടീനെയൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്കും ധൈര്യം വന്നു. ഞാൻ തൊട്ടോ. ഫുഡ് കഴിച്ചാ നീ? അബ്ജിക്ക് ഷോ വ്ളോഗ്സ് നീ ഇന്നോട്ട് ഫേമസ് ആണ്. ഒരു 300 പേരെ കാണുള്ളെങ്കിലും നീ ഇന്നോട്ട് ഫേമസ് ആണ്. ദിസ് ഈസ് ബ്രൂണോ ഫ്രം മാത്തുപ്പെട്ടി. ദിസ് ഈസ് ബ്രൂണോ ഫ്രം മാത്തുപ്പെട്ടി. നീ പറഞ്ഞ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് പോവാം. കുണുക്ക ബ്രൗണി ബ്രൂണോ പോയിട്ട് വരാം. ഒരു ഹൈഫൈ അടി. നേരത്തെ അപ്പുറത്ത് മറ്റേ 40 രൂപ കൊടുത്ത് കാണുന്ന വ്യൂ പോയിന്റ് ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വന്ന് അത് ഫ്രീ ആയിട്ട് വിത്ത് സെയിം വ്യൂ കാണിച്ചു തരാം. നമ്മളെടുത്താ കളി ഏർക്കട്ടെ. പുഴ നെയ്യാർ ഡാം നെയ്യാറല്ലേ അതുവഴി ഒഴുകണം. അതേപോലെ മാത്തുപ്പെട്ടി ഡാമിലും മാത്തുപ്പെട്ടി റിവർ ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളാം കേട്ടോ. വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗൈസ് നമ്മൾ നേരത്തെ നിന്നില്ലേ മറ്റേ 40 രൂപ കൊടുക്കുന്ന പോയിന്റിന്റെ തൊട്ടപ്പുറത്തുനിന്ന്? ഗൈസ് നമ്മൾ നേരത്തെ നിന്ന പോയിന്റ് ഇല്ലേ, അത് സത്യം പറഞ്ഞാൽ അതായിരുന്നു എക്കോ പോയിന്റ്. നമ്മൾ വിചാരിച്ച് മറ്റേ ഏതോ മലയുടെ മേളിൽ അങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ഫാമിന്റെ നടുക്കാണ്. V3 വെച്ച് ഓഫ് റോഡ് ചെയ്യുന്ന നിർമ്മൽ. ഓക്കെ നമുക്കപ്പം അങ്ങോട്ട് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അനന്തുവിന് ഉറക്കം വരുന്നു. ഉറക്കം പറഞ്ഞവേ ഇതായിക്കണ്.
ഉറക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് ഗൈസ്. എടാ വന്ന് നിന്ന് നോക്ക്, ഫ്രെയിം നോക്ക്. ഞാൻ മോനെ. അപ്പൊ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ അമ്മര് ഭയങ്കര ബഹളം. അമ്മര് അവിടെ കിടന്ന് അടികൊണ്ട് ഗൈസ്. അമ്മരെ കൊണ്ട് തോറ്റ്. തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. കോളേട്ടല്ല എവിടെയും കയറി പോവാതിരുന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ടെന്റ് എടുത്ത്, പക്ഷെ ഇന്നലെ നൈറ്റ് ടെന്റ് സ്റ്റേ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടുത്തെ രാത്രിയുള്ള മഴയെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് പോകണ കാറ്റും മിന്നലും മൊത്തത്തിൽ സീന്. അപ്പോൾ പിന്നെ തണുപ്പ് എല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു, നിങ്ങൾ കണ്ടല്ലോ അധോലോകമായ ലോഡ്ജിൽ പോയി കിടന്നത് അല്ലേ. നമ്മൾ മഴയും ഇതായ കാരണമല്ലേ ടെന്റ് എടുക്കാത്ത, അല്ല ടെന്റ് അടിക്കാത്തത്. നോക്കാം, സാഹചര്യം ഒത്തുവരെയാണെങ്കിൽ. ബാക്ക്ഗ്രൗണ്ട് നോക്ക്. അണ്ടർ നേച്ചർ പ്രൊട്ടക്ഷൻ ആണ്. കോട ഇറങ്ങുന്നുണ്ട് ഗായ്സ്. നമ്മളപ്പോ കുറച്ചു നേരം തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ വിശ്രമിച്ച് അന്തി ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, അന്തി അപ്പൊ സീ യു. ഇനി നേരെ വട്ടവടയാ പോണം, മൂന്നാർ ടു വട്ടവട ഗായ്സ്. ഇപ്പോൾ മൂന്നാറിന്ന് വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ വട്ടവട ടൗണിലെത്തി. അപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത്, കാണിച്ചത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ടെറസ് ഫാമിങ്, സ്റ്റെപ്പ് കൾട്ടിവേഷനൊക്കെ. ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള ഏരിയയിൽ സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ലെയറിലും ഓരോ കൃഷി. ഇവിടെ വട്ടവട ടൗൺ ഫുള്ള് ഇതാണ് ഫുള്ള്. പിന്നെ നമ്മളിവിടെ വട്ടവട ഒരു വാട്ടർഫാൾ കാണാൻ വന്നതാണ്. പക്ഷേ വാട്ടർഫാൾ ആണെങ്കിൽ അവിടെ ഡാമിൻ്റെ എന്തോ പണി കാരണം നമ്മളിവിടെ വട്ടവട വന്നത് വാട്ടർഫാൾ കാണാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഡാമിൻ്റെ പണി നടക്കണതുകൊണ്ട് വാട്ടർഫാളിൽ വെള്ളമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ റൂട്ട് എൻജോയ് ചെയ്തു. ആ ഫോറസ്റ്റിനകത്തൂടെയുള്ള മറ്റേ അവിടുത്തെ എന്തോ പ്രത്യേകതരം ഒരു മങ്കിയൊക്കെ കണ്ട്, എന്തോ ഒരു, പിന്നെ മാൻ, അങ്ങനത്തെ സംഭവമൊക്കെ കണ്ടത്. എന്നാലും ആനയും പുലിയും കണ്ടില്ല. അത് വീണ്ടും ഡിസപ്പോയിൻറ്റിങ് ആണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫുഡും കഴിച്ച്. ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇപ്പം തന്നെ നമ്മൾ 416 കിലോമീറ്റർ കവർ ചെയ്യും. അപ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് ഉറക്കാൻ പറഞ്ഞുകൊണ്ട്, അപ്പം എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അത് അവന്മാർ ബാക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്നാ തോന്നുന്നു, അതാ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ടെല്ലാം പോയിട്ട് എവിടെയെങ്കിലും നിൽക്കാം. ഓക്കെ, വെയിലില്ലാത്ത സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാം കുറച്ച് നേരം, എന്നിട്ട് ഉറക്കമൊക്കെ മാറ്റിയിട്ട് പോവാം. ഓക്കെ, സിയോ. നമ്മളിവിടെ ചോറ് കഴിച്ചിട്ടുള്ള ഉറക്കത്തിന്റെ ക്ഷീണം മാറ്റാൻ ചത്തിരിക്കും. അവൻ അവിടെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ചെറിയ കാടാണ്. വല്ല മൃഗങ്ങളെ ഇനിയെങ്കിലും കാണാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ച് അങ്ങോട്ട് പോയി നോക്കിയിരിക്കുക. നമ്മുടെ ബൈക്ക് തോന്നിക്കണം. അനന്തൊന്നും ഒരു ആനയെ കാണണ്ടേ? അനന്തോ അതിന്റെ തുമ്പിക്കൈയിൽ ഊഞ്ഞാലാണോ? പക്ഷേ അതൊക്കെ പെടുത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് അന്തി വിശ്രമിച്ചിട്ട് വരാം. നമ്മുടെ ലഗേജൊക്കെ വീണ്ടും ബാക്ക് സെറ്റ് ചെയ്ത് അനന്ത് തോന്നിക്കണം. ഇനി നേരെ വട്ടവടയിൽ നിന്ന് ഇനി മൂന്നാർ ടൗൺ. നമ്മൾ വട്ടവട മൂന്നാർ എൻ്റെ ഇടയിലുള്ള ചെക്ക് പോസ്റ്റിൻ്റെ ഇടയിലാണ്. ഫോറസ്റ്റ് ഏരിയയാണ്, ഇവിടെ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു സെക്കൻഡ് ഒരു സംഭവം കാണിച്ചതാണ്. ഈ റൂട്ടിൻ്റെ ഒരു ലെഫ്റ്റിൻ്റെ ഒരു ഭംഗി നോക്കിയാണ്. ആ മല, അവിടെ ട്രീ ഹൗസ് ഉണ്ട്. ട്രീ ഹൗസ് അത് ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെയും മൃഗങ്ങളെ ഒന്നും കാണാനില്ല ഗൈസ്. എല്ലാം വന്നാൽ കൊള്ളായിരുന്നു. നിർത്തല്ലേ? ആ പോവാം, വാ ഗൈസ്. ഫൈനലി നമ്മൾ വട്ടവടയിൽ നിന്ന് ഇങ്ങോട്ട് നല്ല സ്മൂത്തായിരുന്നു കേട്ടോ, കിടിലൻ റോഡായിരുന്നു. അപ്പോൾ നമ്മൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് മൂന്നാർ ടൗണിലെത്തി. നമ്മളിന്ന് ഇവിടെ സ്റ്റേ അടിക്കുക. ഇന്നലത്തെ ഇവിടുത്തെ ലോഡ്ജിൽ ചെന്ന് ഇന്നലത്തെ അവിടുത്തെ മറ്റേ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നൊരു ഇപ്പം വന്നേ ഉള്ളൂ. നല്ല കിടക്കും, പടിയുണ്ട് ഇവിടെ കുറേ കയറാൻ. അപ്പോൾ നല്ലൊരു സ്ഥലം, അത്യാവശ്യത്തിന് നല്ലൊരു സ്റ്റേ കിട്ടി. കാണിച്ചു തരാം. ഹായ്, സ്റ്റേ ഉള്ളല്ലോ. ഗ്രെയിൻസ് ഉള്ള TV ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം, ബാൽക്കണി വ്യൂ. അപ്പോൾ അത് ലാൻഡ് സ്ലൈഡ് എന്തോ ഇടിഞ്ഞു പോയതാണ് അവിടെ നിന്ന്.
ഉറങ്ങുമ്പോൾ വല്ലതും ഇടിഞ്ഞ് പോവുമോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ. ഒരു മിനിറ്റ്. ബൈ പറ. ബൈ.